Watch India's largest kids library only on Jio Hotstar. Download the app now. പ്രൊഡ്യൂസറായിട്ട് കൂടി ഞാൻ നേരത്തെ വന്നു. പക്ഷേ ഈ ഡയറക്ടർ എവിടെ പോയി കിടക്കുക? വന്നോണ്ടിരിക്കുക പ്രൊഡ്യൂസർ സാറേ, ഞാൻ വരിക. ഞാൻ ചെറിയൊരു റെസ്റ്റ് എടുത്തോണ്ടിരിക്കുകയായിരുന്നു, അതുകൊണ്ടാണ് ലേറ്റ് ആയത്. എല്ലാം ഞാൻ റിലാക്സ് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. എല്ലാം റിലാക്സ് ചെയ്യുന്നത്, ഉറങ്ങുന്ന റിലാക്സ് ചെയ്തോണ്ട്, തിന്നുന്നത് റിലാക്സ് ചെയ്തോണ്ട്, ജോലി ചെയ്യുന്ന റിലാക്സ് ചെയ്തോണ്ട്. താങ്കൾ എനിക്ക് വെയിറ്റ് ചെയ്തേ പറ്റുള്ളൂ. ഐ എം എ സ്റ്റാർ മേക്കർ. പിന്നൊരു കാര്യം, സ്റ്റാർ മേക്കർ നീയല്ല, ഞാനാണ്. നിന്നെ സ്റ്റാർ ഡയറക്ടർ ആക്കിയത് ഞാനാണ്. ഞാൻ എന്റെ ഈ കളികളൊന്നും എന്നോട് വേണ്ട, മനസ്സിലായോ? മര്യാദക്ക് ജോലി ചെയ്യേ, അല്ലെങ്കിൽ വേറെ ഡയറക്ടർ ഞാൻ വെച്ച് പടം എടുക്കും. ഞാനായിക്കോട്ടെ ഡയറക്ടർ, ഞാനായിക്കോട്ടെ. ഒന്നും മിണ്ടാതിരിക്കേ, ഇവിടെ സംസാരിച്ചോണ്ടിരിക്കുന്നത് കണ്ടില്ലേ? എങ്കിൽ ശരി, ആരെങ്കിലും ആക്കിക്കോ നിങ്ങൾ ഡയറക്ടർ. എനിക്കൊന്ന് കാണണം ഈ സെറ്റിൽ ആരാണ് ഇപ്പൊ വലിയ ഡയറക്ടർ ആകാൻ പോണേന്ന്. ഞാനാവാം ഡയറക്ടർ, ഞാനാവാം കേട്ടോ. എന്റെ ഇഷ്ടം, ഒന്നും മിണ്ടാണ്ടിരിക്കുക. എന്തിനാ നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യത്തിൽ തലയിട്ടുണ്ടിരിക്കണേ? ആ ഞാൻ നിന്നെ ഡയറക്ടറാക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഡയറക്ഷനെ കുറിച്ച് എന്തറിയാം നിനക്ക്? എനിക്ക് ഡയറക്ഷനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ അറിയാം. അത് ശരി, എന്നാന്ന് പറഞ്ഞു തന്ന ഡയറക്ഷൻ എന്ത് കുന്തമാണെന്ന്. അതെ, ഡയറക്ഷൻ എന്ന് വെച്ചാല് 4 തരത്തിലാണുള്ളത്, അറിയോ? 4 തരത്തിലാ? ഇത് എനിക്കും വലിയ പിടിയൊന്നും ഇല്ലല്ല. ഇത്രയ്ക്കൊക്കെ അറിവുണ്ടോ നിനക്ക്? ഓ എന്റെ അത്തിപ്പാറ അമ്മച്ചി, ഡയറക്ഷനെ പറ്റി മോട്ടുവൻ ഇത്രയും അറിവ് എവിടുന്നാണോ കിട്ടിയത്? എനിക്ക് പേടിയാവുന്നുണ്ട്. എന്നാ പിന്നെ എന്റെ സ്റ്റാർ മേക്കർ ഡയറക്ടർ പറ 4 തരത്തിലുള്ള ഡയറക്ഷൻ എന്തൊക്കെയാണെന്ന്. അതിനെപ്പറ്റി എനിക്ക് വലിയ പിടിയൊന്നുമില്ല. ഞാനിത് ആദ്യമായിട്ട് കേൾക്കുക, അതുകൊണ്ടാ. ഞാനിതിനെ പറ്റി പഠിച്ചിട്ടേ ഇല്ല. എങ്കിൽ പറയൂ എന്റെ പുതിയ ഡയറക്ടറെ, ഇവന് പറഞ്ഞു കൊടുക്കൂ എന്താണ് ആ 4 തരത്തിലുള്ള ഡയറക്ഷൻ എന്ന്. വേഗം പറഞ്ഞു കൊടുക്കൂ, എന്നിട്ട് നമുക്ക് കൂടുതൽ സംസാരിക്കാം. എന്റെ പേര് മോട്ടു എന്നാണ്. ഇതെന്റെ കൂട്ടുകാരൻ പത്ലു. ഡയറക്ഷൻ 4 തരത്തിലാണുള്ളത്, അറിയോ? നോക്കൂ, ഒന്ന് ഈസ്റ്റ് ഡയറക്ഷൻ, മറ്റൊന്ന് വെസ്റ്റ് ഡയറക്ഷൻ, പിന്നെ ഒന്ന് നോർത്ത് ഡയറക്ഷൻ, അടുത്തതോ സൗത്ത് ഡയറക്ഷൻ. ഡയറക്ടറാക്കാൻ പോണേ. അയ്യോ, എനിക്ക് ഡയറക്ടറുടെ ഡീന്റെ അക്ഷരം പോലും ഇയാൾക്ക് എന്നാന്ന് അറിയത്തില്ല. അയ്യോ, എനിക്ക് മോട്ട് പറഞ്ഞത് കേട്ടിട്ട് ആരും തെറ്റിദ്ധരിക്കരുത്. മോട്ട് പറഞ്ഞത് എന്താന്ന് വെച്ചാൽ ഇന്ത്യയിൽ 4 വിധത്തിലുള്ള ഡയറക്ഷൻ ഉണ്ടെന്നാ. ഒന്നാമത്തേത് ഈസ്റ്റ് ഡയറക്ഷൻ, അതിൽ വരുന്നത് ബംഗാളി, ആസാമി, മണിപ്പൂരി ഫിലിം ഉണ്ടാക്കുന്നതാ. രണ്ടാമത്തേത് നോർത്ത് ഡയറക്ഷൻ, ഇതിൽ പഞ്ചാബി മൂവീസ് ഉണ്ടാക്കുന്നത്. മൂന്നാമത്തേത് സൗത്ത് ഡയറക്ഷൻ, സൗത്ത് ഇന്ത്യൻ മൂവികളാണ് അതിൽ നിർമ്മിക്കുന്നത്. നാലാമത്തേത് വെസ്റ്റ് ഡയറക്ഷൻ, എല്ലാ ബോളിവുഡ് മൂവികളും അതിലല്ലേ നിർമ്മിക്കുന്നേ. ഓഹോ, ഇത്രയ്ക്ക് ആഴത്തിലുള്ള അറിവോ, ഇത്രയ്ക്ക് ആഴമേറിയ അറിവോ? കൊള്ളാം, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. മിസ്റ്റർ സ്റ്റാർ മേക്കർ, ഇവിടെ ഇറങ്ങിക്കോണം. ഞാൻ മോട്ടുവും പത്ലുവിന്റെയും കൂടെ പണം തീർക്കാൻ പോവുക. മോട്ടു, പത്ലു, ഞാൻ എന്റെ പടത്തിന്റെ ഡയറക്ടേഴ്സായി നിങ്ങളെ രണ്ടുപേരെയും തീരുമാനിച്ചിരിക്കുന്നു. പൊളിച്ചെടുത്തല്ല.
എന്റെ കൂട്ടുകാരാ, അവന്മാര് കാരണം എന്റെ ജോലി പോയെന്ന് വേണം പറയാൻ. അതുകൊണ്ട് നിങ്ങൾ ഒട്ടും വിഷമിക്കാൻ വേണ്ട. ഞാനാണെങ്കിൽ അവരുടെ കൂടെ ആക്ട് ചെയ്യുമ്പോ വളരെ മോശമായിട്ട് ആക്ട് ചെയ്ത് അങ്ങോട്ട് പെർഫോം ചെയ്യാം. അത് കാണുമ്പോ പ്രൊഡ്യൂസർ ശരിക്കും അങ്ങോട്ട് ടെൻഷൻ ആവും. അയാളുടെ തുണി വലിച്ചു കയറാൻ തുടങ്ങും, പിന്നെ തല മാന്തി പറിക്കും. പിന്നെ ഞാൻ നിന്നെ വിളിപ്പിക്കാനായിട്ട് ഞാൻ പറയും. പിന്നെ അയാൾക്ക് വേറെ വഴി ഉണ്ടാവില്ല, നിന്നെ വിളിച്ചേ പറ്റൂ. ഞാൻ പറയുന്നത് അയാൾക്ക് കേട്ടേ പറ്റൂ, അല്ലെങ്കിൽ ഈ സിനിമ ഉണ്ടാവില്ല. പിന്നെ ഡയറക്ടർ സാറേ, എന്താണ് സിറ്റുവേഷൻ എന്ന് ഞാൻ പറഞ്ഞു തരാം. രാജാവിന്റെ രാജ്യത്തിൽ ഒരു ചതി നടന്നിരിക്കുന്നു, മനസ്സിലായോ? അതുകൊണ്ട് രാജാവ് വളരെ കോപത്തിലാണ്, എല്ലാവരെയും ശകാരിക്കാൻ തുടങ്ങി. ഹീറോവിന് എല്ലാ ഡയലോഗും മനപ്പാടമാ, അതുകൊണ്ട് നിങ്ങൾ തുടങ്ങിക്കൂ. നിങ്ങൾ തയ്യാറാണോ? ഞാൻ എപ്പോഴും തയ്യാറാണ്. സ്റ്റാർട്ട് സൗണ്ട്, റോൾ ക്യാമറ, ആക്ഷൻ. ആരാണ് ആ ചതിയൻ? നമ്മളുടെ കൂടെ വഞ്ചന കാണിച്ചവൻ, എന്നെ ചതിച്ചവൻ. ധൈര്യമുണ്ടെങ്കിൽ മുന്നോട്ട് വരൂ. ആരാ ഇത് ചെയ്തേ? ഞാൻ ഇങ്ങനെ ജോലി ചെയ്യില്ല. ഏത് എരണം കെട്ടവനാടാ ഈ പണി കാണിച്ചത്? ധൈര്യം ഉണ്ടെങ്കിൽ മുമ്പിൽ വന്ന് നിൽക്കടാ. പിന്നെ ഒരു കാര്യം, ഇനി എങ്ങാനും ഞങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ വന്നാലുണ്ടല്ലോ, ഒറ്റൊരെണ്ണത്തിന് ഞാൻ വെറുതെ വിടില്ല. ഞാൻ ഒരു ഹീറോയാണ്, ഞാനൊരു ശത്രുവല്ല. അല്ലല്ല, എന്തായി കാണിക്കുന്നത്? ഹീറോയിനെ എന്തിനാ തല്ലുന്നത്? പത്ലൂജി, അവനെ തിരിച്ചിങ്ങോട്ട് വിളിക്കേ, അല്ലെങ്കിൽ എന്റെ ഹീറോ ദേഷ്യപ്പെട്ടു പോകും. ആക്ടിങ് ഇതൊക്കെ ഒരു ആക്ടിങ്ങിന് വേണ്ടി ചെയ്യുന്നതാണ്. പഠിക്കേ, അവനിൽ നിന്നും ഒരുപാട് പഠിക്കേ. വെരി ഗുഡ് മൊട്ടുജി, വെരി ഗുഡ്. തുടങ്ങിയാട്ടെ. ആ മണ്ണ് ചാക്ക് വീണത് കൊണ്ട് എന്റെ മൂഡ് ശരിക്കും അങ്ങോട്ട് മോശമായി. വാ, നമുക്ക് മറ്റേതെങ്കിലും സീൻ നോക്കാം. പിന്നെ നമ്മുടെ ഹോഴ്സ് റൈഡിങ്ങിന്റെ ലാസ്റ്റ് ഒരു സീനില്ലേ, അതിപ്പോ ചെയ്തേക്കാം. മറ്റേതെല്ലാം നമുക്ക് നാളെ നോക്കാം. പൊളിച്ചെടുത്തല്ലോ. ഹോഴ്സ് റൈഡിങ്ങിൽ എനിക്ക് 20 കൊല്ലത്തെ അനുഭവം ഉണ്ട് കേട്ടാ. ഞാൻ ഇപ്പൊ തന്നെ പോയിട്ട് ആ ഹീറോനെ പഠിപ്പിച്ചു കൊടുക്കാം. ഓയ് ഗസിട്ട ചങ്കേ, മോട്ടുവും പത്തിലുവും അല്ലെങ്കിലേ കേമന്മാരാ. അവന്മാരുടെ കാര്യം പറയുകയേ വേണ്ട. എള്ളെന്ന് പറയുമ്പോഴേക്കും എണ്ണയായി വരികയല്ലേ. ഈ 7 ലോകവും ചുറ്റി അവന്മാര് 15ാമത്തെ ലോകവും കണ്ടുപിടിക്കും. അതുപോലെയല്ലേ അവര് കളിക്കുന്നത്. എന്റെ അമ്മോ, ഡോക്ടർ ജഡ്ക, നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ്. കുതിര റേസ് നടക്കുന്ന സമയത്ത് നമ്മൾ അങ്ങോട്ട് പോവാൻ പാടില്ല. സൈലൻസ് പ്ലീസ്. അതെ, ഈ മോട്ടോന്റെ റെപ്യൂട്ടേഷൻ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണല്ലോ. എന്തെങ്കിലും ഒന്ന് ആലോചിക്കേ, എന്തെങ്കിലും ഒരു പ്ലാൻ ഇട്ട് അയാളെ പൊളിക്കാൻ നോക്ക്. പിന്നെ ഒരു ഐഡിയ ഉണ്ട്. ഈ മോട്ടോന്റെ ശരീരപ്രകൃതി കണ്ടിട്ട് ഇയാൾക്ക് ഹോഴ്സ് റൈഡിങ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഒരു കാര്യം ചെയ്യ്. ഓക്കേ, ഡൺ. മോട്ടുജി, ഒരു പ്രാവശ്യം എന്നെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി തരുമോ? ഈ കുതിരപ്പുറത്ത് എങ്ങനെ ഇരിക്കണ്ടെന്ന് അതിന്റെ എക്സ്പ്രഷൻ ഒന്ന് കാണിച്ചു തരുമോ? ഓക്കെ. അതെ ഹീറോ ചേട്ടൻ സാറേ, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഈ ഹോഴ്സ് റൈഡിങ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. ഓക്കെ ഹീറോ ചേട്ടൻ സാറേ, കുതിരപ്പുറത്ത് ഇങ്ങനെ ഇതുപോലെ കയറിയിരിക്കണം, മനസ്സിലാവുന്നുണ്ടോ? എന്നിട്ട് ക്യാമറയുള്ള ഭാഗത്തേക്ക് വേണം നമ്മൾ നോക്കുവാൻ. കണ്ണുകളിൽ ദേഷ്യം കൊണ്ടുവരണം. അല്ല
കുതിരച്ചേട്ടാ, നിങ്ങൾ എന്തിനാ പരിഭ്രാന്തനാവുന്നത്? ഒന്ന് അടങ്ങൂ, ഞാൻ ഷോട്ട് പറഞ്ഞോണ്ടിരിക്കല്ലേ. അതെ, വേണ്ട, കുതിര നിൽക്കൂ. കുതിരച്ചേട്ടാ, പത്ലുജി, എന്താ സംഭവിക്കുന്നത് ഇവിടെ? എന്താ സംഭവിക്കുന്നത്? എന്താ മോട്ടു കാട്ടിക്കൂട്ടുന്നത്? ബാലൻസ് എങ്ങനെ ചെയ്യണ്ടെന്ന് മോട്ടു ട്രയൽ കാണിച്ചോണ്ടിരിക്കുക. ദേ കണ്ടില്ലേ, അപ്പുറത്തെ വശത്ത് കുന്നു വരുമ്പോൾ മോട്ടു മറുവശത്തേക്ക് ചായുന്നത്. ഈ വശത്തേക്കാണ് കുന്നു വരുന്നെങ്കിൽ മോട്ടു കണ്ടില്ലേ അപ്പുറത്തെ വശത്തേക്ക് ചായുന്നത്. മുകളിലാണ് വരുന്നെങ്കിൽ മോട്ടു താഴേക്ക് ചായുന്നു. മുമ്പിലാണ് വരുന്നതെങ്കിൽ മോട്ടു പിന്നിലേക്ക് ചായുന്നു. കണ്ടില്ലേ സാറേ, മോട്ടു എങ്ങനെയാണ് ഇപ്പൊ ബാലൻസ് ചെയ്യുന്നതെന്ന്? ഇങ്ങനെയാണ് കൺട്രോൾ ചെയ്യുന്നത്. ഇങ്ങനെയാണ് ഷോട്ടിൽ കൺട്രോൾ ചെയ്യേണ്ടത്. ഗുഡ്. വളരെ നന്നായിരിക്കുന്നു, വളരെ നന്നായിട്ടുണ്ട്, അടിപൊളി. ശരിക്കും മോട്ടു വളരെ നന്നായി അഭിനയിച്ചു. വളരെ നന്നായിട്ടുണ്ട്, സൂപ്പർ. വളരെ നന്നായിട്ടുണ്ട്, സൂപ്പർ. എന്താ ഇതൊക്കെ? എന്നാ പിന്നെ മോട്ടുവിനെ ഹീറോ ആക്കിയാ പോരെ? എന്റെ ആവശ്യം എന്താ ഇവിടെ? ഒന്നുകിൽ നിങ്ങൾ ആ പഴയ ഡയറക്ടറിനെ കൊണ്ടുപോവാ, അല്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് പോവുക. അങ്ങനെയാണെങ്കിൽ പ്രൊഡ്യൂസർ സാറ് ഇപ്പൊ എന്താ തീരുമാനിച്ചത്? ഐ തിങ്ക് നിങ്ങൾ പറയുന്നത് ശരിയാണെന്ന് തോന്നുന്നു. ഇവന്റെ എക്സ്പ്രഷൻ, ഇവന്റെ ഹോഴ്സ് റൈഡിങ്, ആ സ്റ്റൈല് തന്നെയാണ് എനിക്ക് വേണ്ടത്. പക്ഷേ നിന്നിൽ അതൊന്നും ഞാൻ കാണുന്നേയില്ല. അതുകൊണ്ട് ഈ പടത്തിലെ ഹീറോ മോട്ടു, പിന്നെ ഡയറക്ടർ മോട്ടുവും പത്ലുവും രണ്ടുപേരും. ഇനി എന്തിനാ നിക്കുന്നേ? ആട്ടോവിന് പോകാൻ പൈസ ഇല്ലേ? അതോ ഷൂട്ടിംഗ് കാണാൻ വന്നതോ? വേഗം സ്ഥലം കാലിയാക്കാം. സാറേ, ഒരു മിനിറ്റ്, നിങ്ങളുടെ ആ വാളൊന്നും എടുത്തോട്ടെ. നീ കാരണം എന്റെ റോളൊന്ന് പോയി കിട്ടി. നീ ശരിക്കും കഴിവില്ലാത്തൊരു ഡയറക്ടറാ. നിന്റെ വർത്താനം കേട്ട് ഞാനാണ് ഇപ്പൊ വഞ്ചിക്കപ്പെട്ടത്. നിൽക്കാനാ പറഞ്ഞേ. Watch India's largest kids library only on Jio Hotstar. Download the app now.